ഇന്ന് ഈ വേദിയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരാളെയല്ല, ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. മധ്യവർത്തി മലയാളിയുടെ മനസ്സിൻ്റെ ആശങ്കകളും ആകുലതകളും അഭ്രപാളിയിൽ അവതരിപ്പിച്ച മഹാപ്രതിഭ, ചിരിയായുധമാക്കി സത്യം പറഞ്ഞ മനുഷ്യൻ, സ്റ്റാർഡം വേണ്ടെന്ന് വെച്ച് ചരിത്രമെഴുതിയ കലാകാരൻ. ഹീറോയിസമില്ല, ഗ്ലാമറില്ല, പക്ഷെ ഒരു കാലഘട്ടം മുഴുവൻ തൻ്റെ കൈകളിൽ പിടിച്ച ഒരേ ഒരു പേര്. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും തൻ്റെ തൂലികകളിലൂടെ മലയാളിയുടെ സ്വത്വബോധത്തെ അഭ്രപാളികളിൽ അവതരിപ്പിച്ച മലയാളികളുടെ സ്വന്തം ശ്രീ ശ്രീനിവാസൻ. വ്യവസ്ഥയെ ചോദ്യം ചെയ്ത് ചിന്ത ആയുധമാക്കിയ ആ പ്രതിഭയ്ക്ക് ഇന്ന് മിസ്ഡ് ബോയ്സ് അർപ്പിക്കുന്നത് വെറും ആദരവല്ല, അവൻ സൃഷ്ടിച്ച കലഹത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ നന്ദിയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആ മഹാനടൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾക്കൊപ്പം മിസ് ബോയ്സ് അണിയിച്ചൊരുക്കുന്നു ഓർമ്മകളിൽ ശ്രീനിവാസൻ. എന്നാ ഞാൻ കഥ പറയട്ടെ. കഥയുടെ പേര് ചിറകൊടിഞ്ഞ കിനാവുകൾ. ഒരു വിറക് വെട്ടുകാരൻ, അയാൾക്കൊരേ ഒരു മകൾ സുമതി, 19 വയസ്സ്. ഇവൾ സ്ഥലത്തെ ഒരു തയ്യൽക്കാരനുമായി പ്രണയത്തിലാണ്. ഈ തയ്യൽക്കാരൻ ബഹുമിടുക്കനും സുന്ദരനുമാണ്. അനീതി കണ്ടാൽ എതിർക്കും, ജനങ്ങളുടെ ഏത് കാര്യത്തിനും മുന്നിൽ കാണും. അങ്ങനെ നാട്ടുകാരുടെ കണ്ണിൽ ഉണ്ണിയാണ്. പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. പവിഴമല്ലി പുത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം. പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. കരളേ കരളിന്റെ കരളേ എന്നോടൊന്നു ചിരിക്കൂ, കിളിയേ മാനസ കിളിയേ വെറുതെ നിന്നു കിടുങ്ങാതെ. അങ്ങനെ നീ കലമ്പാതടി കുറുമ്പി, എന്റെ സ്നേഹിതയാണു നീ. കരളേ കരളിന്റെ കരളേ എന്നോടൊന്നു ചിരിക്കൂ, കിളിയേ മാനസ കിളിയേ വെറുതെ നിന്നു കിടുങ്ങാതെ. പക്ഷെ വിറക് വെട്ടുകാരന് തന്റെ മകളെ ഒരു വലിയ പണക്കാരനായ ഗൾഫുകാരനെ കൊണ്ട് കെട്ടിക്കാനാണ് താല്പര്യം. തനിക്ക് തന്റെ പ്രാണപ്രേയസിയോടൊത്ത് താമസിക്കാനാണ് തയ്യൽക്കാരൻ ബംഗ്ലാവ് പണിയുന്നത്. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, വിറക് വെട്ടുകാരൻ തന്റെ മകൾക്കൊരു ഗൾഫ് ഭർത്താവിനെ ഏർപ്പാടാക്കുന്നു. സുമതി കരഞ്ഞു. തയ്യൽക്കാരൻ ആ കല്യാണം പൊളിക്കാൻ ശ്രമിക്കുന്നു, സാധിക്കുന്നില്ല. ഒടുവിൽ ബംഗ്ലാവിന്റെ പാലുകാച്ചൽ ദിനം വരികയാണ്. മാനത്തെ ചന്ദ്രനൊത്തൊരു മണിമാളിക കെട്ടും ഞാൻ, അറബിപ്പൊന്നൂതിയൊരുക്കി അറവാതിൽ പണിയും ഞാൻ. ഹലീലി ഹലീലി ഹിലാലിന്റെ പൂന്തിറ പോലെ, ഹലീലി ഹലീലി ഹിലാലിന്റെ മഞ്ചലിലേറി സുൽത്താനായി വാഴും ഞാൻ. മാനത്തെ ചന്ദ്രനൊത്തൊരു മണിമാളിക കെട്ടും ഞാൻ, അറബിപ്പൊന്നൂതിയൊരുക്കി അണിവാതിൽ പണിയും ഞാൻ. എന്നിട്ട് ഇക്കാര്യം സുമതി തയ്യൽക്കാരനെ അറിയിക്കുന്നു. തയ്യൽക്കാരൻ ഗൾഫിൽ പോകാൻ ശ്രമിക്കുന്നു, പക്ഷെ വിസ അത് കിട്ടുന്നില്ല. നമ്മളെ രണ്ടുപേരെയും ലോഞ്ച് കടത്താമെന്ന് ഗഫൂർ കേട്ട് കഴിഞ്ഞിരിക്കുക. വിജയ, നമുക്ക് ഈ ബുദ്ധി നേരത്തെ എന്താടാ തോന്നാത്തത്? എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് താത്ത. Hey,
തെയ്യന്താരാതെ കരകാണ കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ അറബിപ്പൊന്നാഞ്ഞം പോലെ ആകാശത്തമ്പിളി വന്നേ കരകാണ കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ കരകാണ കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ അറബിപ്പൊന്നാഞ്ഞം പോലെ ആകാശത്തമ്പിളി വന്നേ ഇളം തെന്നലീണം പാടിവാ തെയ്യന്താര തെയ്യന്താര തതൈ തൈ തതൈ കരകാണ കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ അറബിപ്പൊന്നാഞ്ഞം പോലെ ആകാശത്തമ്പിളി വന്നേ ഇളം തെന്നലീണം പാടിവാ തെയ്യന്താര തെയ്യന്താര തതൈ തൈ തതൈ സ്വപ്നം പൂവണിഞ്ഞതോ കയ്യിൽ വന്ന സാമ്രാജ്യം എന്നെ തേടി വന്നണഞ്ഞതോ മണ്ണിൽ പൂത്ത സൗഭാഗ്യം ഏതോ സ്വപ്നം പൂവണിഞ്ഞതോ കയ്യിൽ വന്ന സാമ്രാജ്യം എന്നെ തേടി വന്നണഞ്ഞതോ മണ്ണിൽ പൂത്ത സൗഭാഗ്യം പാരേതോ പൂന്തിൻ ചഷകം ഞാനേതോ വീഞ്ഞിൻ ലഹരി പാരേതോ പൂന്തിൻ ചഷകം ഞാനേതോ വീഞ്ഞിൻ ലഹരി നരലോക പഞ്ഞം തീർക്കാനും സുരലോകം വാതിൽ തുറന്നേ പ്രഭാസാന്ദ്രമായി നീ കാലമേ കയന്താര തെയ്യന്താര തതൈ തൈ തതൈ